ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റിഷാസ് വൈബ്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ ഖത്തർ നാഷണൽ മ്യൂസിയത്തിലേക്കുള്ള യാത്രയും അതുപോലെ തന്നെ കുറച്ച് വിൻറ്റേജ് കാറുകളുടെ ഇതൊക്കെയാണ് നിങ്ങൾ കണ്ടത് അല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങളിതാ ഈ ഒരു നാഷണൽ മ്യൂസിയത്തിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഇവിടെ ഈ ഒരു ഖത്തറിൻ്റെ കുറച്ച് ടൗൺഷിപ്പുകളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ മോഡലുകളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതൽ വായിക്കാൻ പറ്റുന്നവരും റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ നല്ല ഒരു ഇതാണ്. അപ്പോൾ ഇതാ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാതിലുകളും അതിൻ്റെ കൊത്തുപണികളും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ബോട്ടുകളും അതിൻ്റെ ആക്സസറീസും ഫിഷിങ്ങിന് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ആദ്യം തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വായിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് സ്ക്രീനിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടത് ട്രഡീഷണൽ ബോട്ടുകളാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ കുറേ സ്ക്രീനുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ടച്ച് സ്ക്രീനുകൾ, നമുക്ക് ഏതാണോ വേണ്ടത് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, അഥവാ പാത്രങ്ങൾ, അതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചിട്ടും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുകയും ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പോലെ തന്നെ ഉരൽ, ഉലക്ക, പിന്നെ ഇതാ ബിരിയാണി ചെമ്പുകൾ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ. ചൂല്, എല്ലാ സാധനങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റൂമിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു കാര്യങ്ങളും അവരുടെ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പണ്ട് കാലത്ത് അതേപോലെയുള്ള പാത്രങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്, സെറാമിക്കായിട്ടും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കേട്ടോ. ഇതിനെക്കുറിച്ച് താഴെ കണ്ടോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി തന്നിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇതിങ്ങനെ കണ്ട് നടക്കാനായിട്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും നല്ല ഒരു വിവരണം ഇവിടെ ഒരു സ്ക്രീനിൽ തയ്യാറാക്കിയിട്ടുണ്ട്. പഴയകാലം എങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്, ഓരോന്ന് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ അങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. സ്ക്രീനിൽ വലിയ സ്ക്രീനുകളാണ്. ഓരോ ഏരിയനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അവരുടെ ഈ ഒരു കാർപ്പറ്റ് ഉണ്ടാക്കുന്നതും ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നതും അങ്ങനെ, അതുപോലെ തന്നെ മീൻ പിടിക്കാൻ പോകുന്നതും അങ്ങനെയുള്ള ഐറ്റംസ്, അതായത് അവരുടെ എങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈല് അത് കറക്റ്റായിട്ട് നമുക്ക് ഒരു സിനിമ കാണുന്ന രീതിയിൽ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറ്റാവുന്നവർക്കൊക്കെ ഇവിടെ എത്ര നേരം വേണമെങ്കിലും ഇരുന്നിട്ട് നമുക്കതൊക്കെ കണ്ട് പോയാൽ മതി. പിന്നെ അതാ കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ അധികം ഗെയിംസ് ഉണ്ട്, പക്ഷെ കുറേയൊക്കെ ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതാ ഇവിടെ ഫിഷ് ബാർബിക്യൂ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഫിഷ് ഗ്രില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോരോ സ്റ്റേജുകൾ ഇങ്ങനെ കടന്ന് പോയിട്ട് അവർക്ക് ഒരു ലാസ്റ്റ് ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ദാ ഇവരെന്തൊക്കെ ഫുഡുകളാണ് കഴിക്കുന്നത്, കാരക്ക, ഈത്തപ്പഴം, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഇവർക്ക് ഓരോരോ സ്റ്റെപ്പുകളായിട്ടാണ് ഈ ഒരു ഗെയിമൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ ഈ ഒരു സെക്ഷൻ അങ്ങനെ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഇനി ഈ ഒരു ബോട്ടുകളും കാര്യങ്ങളുള്ള ആ ഒരു ഏരിയ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ്, ഓർണമെൻറ്റ്സൊക്കെയാണ്. പുതിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.